പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വചനമായ യേശുവിനെ വചനം പറഞ്ഞുകൊണ്ട് സാത്താൻ പരീക്ഷിക്കുന്നതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. മത്തായി 4:6 യേശുവിനോട് പിശാച് പറയുന്നുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും, നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവപുത്രനായ യേശുവിൻ്റെ അടുത്തേക്ക് സാത്താൻ പ്രലോഭനങ്ങളുമായി വരുന്നതാണ് തിരുവചനത്തിലൂടെ നാം കാണുന്നത്. യേശു ദൈവവചനം പറഞ്ഞുകൊണ്ടാണ് സാത്താനെ നേരിടുന്നത്. മത്തായി 4:4 യേശു പറയുന്നുണ്ട്, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ സാത്താൻ നിരന്തരം പ്രലോഭനങ്ങൾ കൊണ്ടുവരും. ദൈവപുത്രനായ യേശുവിൻ്റെ അടുത്ത് സാത്താൻ പ്രലോഭനങ്ങൾ കൊണ്ടുവന്നെങ്കിൽ ബലഹീനരായ നമ്മുടെ അടുത്തേക്ക് സാത്താൻ പല വിധത്തിലും ശരീരത്തിൻ്റെ മേഖലകളിലും മനസ്സിൻ്റെ മേഖലകളിലും ആത്മാവിൻ്റെ മേഖലകളിലുമെല്ലാം സാത്താൻ പ്രലോഭനം കൊണ്ടുവരും. അതിനാൽ നാം ജാഗരൂകരായിരിക്കണം. അത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പാണ്. സാത്താൻ്റെ കെണിയിൽ നാം പെട്ടുപോകരുത്. നമ്മെ പാപാന്തകാരത്തിലേക്കാണ് സാത്താൻ നയിക്കുന്നത്. സാത്താനെ തോൽപ്പിക്കുവാനുള്ള ആത്മീയ സമരത്തിൽ ആത്മാവിൻ്റെ വാളായ ദൈവവചനമാണ് നാം എടുക്കേണ്ടത്. യോഹന്നാൻ 14:6 യേശു പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന്. യേശു കാണിച്ചു തരുന്ന വഴികളാണ് ദൈവവചനത്തിൽ നാം കാണുന്നത്. സങ്കീർത്തനം 119:30 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. ഇരുട്ട് മാറിപ്പോകണമെങ്കിൽ പ്രകാശം പരക്കണം. ആ പാപാന്തകാരത്തിനാകുന്ന ഇരുട്ട് അത് പൈശാചികമാണ്. നമ്മിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ ലോകത്തിൻ്റെ പ്രകാശമായ യേശു കടന്നു വരേണ്ടിയിരിക്കുന്നു. യേശുവിൻ്റെ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണെന്ന് സങ്കീർത്തനം 119:105 പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പാപങ്ങളിൽ വീഴാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമുക്ക് പലപ്പോഴും തെറ്റുകൾ പറ്റുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയാത്തതുകൊണ്ടും ദൈവത്തിൻ്റെ ശക്തി അറിയാത്തതുകൊണ്ടുമാണെന്ന് യേശു പറയുന്നുണ്ട്. യാക്കോബ് 4:7 തിരുവചനം പറയുന്നു, ദൈവത്തിന് വിധേയരായിരിക്കുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്നും ഓടി അകന്നുകൊള്ളും. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മോടും ചേർന്ന് നിൽക്കും. എങ്ങനെയാണ് നാം പിശാചിനെ ചെറുത്ത് നിൽക്കേണ്ടത്? എഫേസ്യർ 6:10-17 വരെയുള്ള തിരുവചനങ്ങളിലൂടെ നാം എപ്രകാരം ആത്മീയ സമരം ചെയ്യണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. 6:11 പറയുന്നു, സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്ന്. എന്തെല്ലാമാണ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ? ദൈവവചനമാവുന്ന ആത്മാവിൻ്റെ വാൾ നാം എടുക്കണം. സത്യവും നീതിയും സമാധാനവും വിശ്വാസവും നാം എടുക്കണം. സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് വേണം നാം പ്രാർത്ഥനയിലൂടെയും സാത്താനെ എതിർത്ത് നിൽക്കേണ്ടത്. എല്ലാറ്റിലും ഉപരിയായി സാത്താൻ്റെ തല തകർക്കാൻ കഴിവുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യണം. നാം ഹൃദയത്തിൽ വചനം നിറച്ചുകൊണ്ട് വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയിലേക്ക് വരാനായിട്ടും സാത്താനെ തോൽപ്പിക്കുവാനായിട്ടും സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.